സ്കൂൾ തുറക്കാൻ പോവാണല്ലേ. പണ്ടൊക്കെ നമ്മൾ 1500 രൂപയും കൊണ്ട് പോയിട്ടായിരുന്നു കേട്ടോ നിറച്ച് സാധനങ്ങൾ വാങ്ങുന്നത്. ഇപ്പം അങ്ങനെയൊന്നും പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ അതെ ഞങ്ങളും കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ കടയിൽ പോയി വാങ്ങിക്കായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ചൊരു ഓളം പോലെ തോന്നുന്നത് അങ്ങനെ വാങ്ങിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളതിൻ്റെ ഒരു വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ മേടിച്ചിരിക്കുന്നത് ബോക്സ്, ടിഫിൻ ബോക്സ്, എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ബാഗ് വാങ്ങിയത് സ്കൈ ബാഗ്സ് ആയിരുന്നു. പിന്നെ കുറേ സെറ്റിങ്സ് ഉള്ളൊരു ബോക്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് വാങ്ങി. പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സ്കൂൾ തുറപ്പിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ആദ്യം മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഞാനൊക്കെ പണ്ട് വാങ്ങിക്കുന്നതായിരുന്നു കേട്ടോ. അന്ന് മാക്സിമം പോയാലൊരു 1500 രൂപ. അതിൽ നമ്മൾ ബുക്കടക്കം വാങ്ങിക്കും, എല്ലാ സാധനങ്ങളും വാങ്ങിക്കും. പക്ഷേ നമ്മൾ എല്ലാ വർഷവും അങ്ങനെ ബാഗൊന്നും വാങ്ങിക്കില്ല കേട്ടോ. ഒരു വർഷം ബാഗ് വാങ്ങിച്ചാൽ അടുത്ത വർഷം ആ ബാഗ് തന്നെ ഉപയോഗിക്കണം. പിന്നെ അതിൻ്റെ അടുത്ത വർഷം ബാഗ് വാങ്ങിക്കും. ഇപ്പം അങ്ങനെയൊന്നുമല്ല, നമ്മളെല്ലാ വർഷവും ബാഗ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ബുദ്ധിമുട്ടിയതുപോലെയൊന്നും നമ്മുടെ മക്കൾ ബുദ്ധിമുട്ടരുതല്ലേ അല്ലേ. അപ്പോൾ അതേ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ബുക്ക് പൊതിയുന്നത്. എല്ലാ വർഷവും നമുക്ക് സ്കൂളിൽ പോകുന്ന ഒരു ഓളം തോന്നുന്നത് അങ്ങനെ ബുക്ക് പൊതിയുമ്പോഴാണ്. അങ്ങനെ ഞാൻ മോളുടെ ബുക്കൊക്കെ പൊതിഞ്ഞു കൊടുത്തു കേട്ടോ.